വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുഖത്തുള്ള കറുപ്പ് പാടുകൾ സ്പോട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് മാറാൻ വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു DIY ആണ്. നമ്മൾ കിച്ചണിൽ തന്നെ കിട്ടുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു ഹോം റെമഡിയാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പം അതിന് ആദ്യം ഒരു പ്ലേറ്റോ ഇല്ലെങ്കിൽ എന്തെങ്കിലും കംഫർട്ടബിളായുള്ള പാത്രം എടുത്തിട്ട് അതിലൊരു 1 സ്പൂൺ കോഫി പൗഡർ ആഡ് ചെയ്യുക. കൂടെ നമുക്ക് ഒരു 6 സ്പൂൺ ടർമറിക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. അപ്പം നിങ്ങളുടെ അടുത്ത് കസ്തൂരി മഞ്ഞളുണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ് കേട്ടോ. കൂടെ നമ്മൾ കുറച്ച് കേട് തൈര് ആഡ് ചെയ്യുക. ഈ ഒരുപാട് ലിക്വിഡായിട്ടുള്ളത് വേണ്ട കേട്ടോ, കുറച്ച് തിക്കായിട്ടുള്ളത്. എന്നിട്ട് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ ഈ സ്പൂൺ തന്നെ ആണ് കേട്ടോ, നമ്മൾ മിക്സ് ചെയ്യാൻ ഉപയോഗിച്ച സ്പൂൺ വെച്ച് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രഷ് എടുക്കാം കേട്ടോ. ബ്രഷ് എടുത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്യാം. നമ്മൾ മേക്കപ്പിന് യൂസ് ചെയ്യുന്ന ബ്രഷില്ലേ, നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചാൽ മതി. അപ്പം ഞാൻ എടുക്കാത്തത് അതുകൂടി വാഷ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട്, ഞാനൊരു മടിച്ച് ആയതുകൊണ്ടാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ മേക്കപ്പ് ബ്രഷ് യൂസ് ചെയ്യാം. ഇതാകുമ്പോൾ കുറച്ച് ടൈം എടുക്കും. മേക്കപ്പ് ബ്രഷ് ആകുമ്പോൾ കുറച്ച് ഈസി ആയിട്ട് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. ഇതിൽ ആക്ച്വലി 3 ഇൻഗ്രീഡിയൻസും വന്നിട്ട് നേച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അല്ലേ, അതായത് നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന അധികം ഹാംഫുൾ അല്ലാത്ത ഐറ്റംസാണ് ഇൻഗ്രീഡിയൻസ്. അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു സൈഡ് എഫക്ട്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾ വന്നിട്ട് ഏതൊരു ഫേസ് പാക്കായാലും ഫേഷ്യലായാലും എന്ത് അപ്ലൈ ചെയ്യുകയാണെന്ന് വെച്ചാലും പാച്ച് നോക്കണം. അതായത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് അത് നിങ്ങൾക്ക് അലർജി വരുത്തുന്നുണ്ടോ നിങ്ങളുടെ സ്കിന്നിന് എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അപ്പം അതിനാദ്യം കൈവെള്ളയിലൊന്ന് ഇട്ട് നോക്കുക. അപ്പം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അലർജിയും ഇഷ്യൂസൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് നമുക്ക് അലർജി ഒന്നും ഉണ്ടാക്കണില്ല യൂസ് ചെയ്യാം. കാരണം എന്താ പറയുന്നത് വെച്ചാൽ ചിലവർക്ക് ഈ ഇതൊക്കെ ഇല്ലേ, മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ ഈ ലെമൺ ജ്യൂസ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നല്ല അലർജി ഉണ്ടാക്കുന്നവരുണ്ട്, സെൻസിറ്റീവ് സ്കിന്ന്. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തിട്ട് ഏകദേശം 15 മിനിറ്റ്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വാഷ് ചെയ്യാം. അപ്പം ഞാൻ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഫേസ് ആദ്യം വീഡിയോ എടുക്കുമ്പോൾ കണ്ടവർക്ക് തന്നെ നന്നായിട്ട് അറിയാം ആ ഡിഫറൻസ് എന്താണ്. ഇത് നിങ്ങളൊരു 1 വീക്ക് to 10 ഡേയ്സ് യൂസ് ചെയ്യുക. അപ്പം നിങ്ങളുടെ മുഖത്തുള്ള ഡാർക്ക് സ്പോട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഹോം റെമഡിയാണ്. വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന റെമഡീസ് ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാവില്ല. നമ്മളിപ്പോൾ എന്തെങ്കിലും പ്രോഡക്റ്റ്സ് വാങ്ങിയൊക്കെ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള എത്രയൊക്കെ ഒന്നുമില്ല എന്ന് പറഞ്ഞാലും അതിനനുസരിച്ചുള്ള എന്തെങ്കിലുമൊക്കെ സൈഡ് എഫക്ട്സ് ഉണ്ടാവും ഇല്ലേ. അപ്പം അതിന് നമ്മൾ ഹോം റെമഡി ആയിട്ട് ഇങ്ങനെ വീട്ടിൽ തന്നെ ഉള്ള പ്രോഡക്റ്റ്സ് ഒക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നല്ല റിസൾട്ട് കിട്ടും. അതിൻ്റെ ഭാഗമായിട്ട് വേറെ സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാവില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് പറയാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.